ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ സ്മിത്ത് വ്ളോഗ്സ് ഗെയിമിംഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ എൻ്റർ ഡ്രാഗനെ കൊന്നത് കാണേണ്ടവരല്ലാത്തവർ അത് പോയി കാണുക. സോ ഇന്ന് നമ്മുടെ ലക്ഷ്യം എല്ലേറ്ററയും കുറച്ച് ശൽക്കർ ഷെൽ, ഒരു സ്റ്റാക്ക് ശൽക്കർ ഷെല്ലും ഇവിടെ നിൽക്കാനാണ്. പക്ഷെ നേരെ നമുക്ക് അതിനകത്ത് കിടക്കാം. അതിന് മുമ്പ് ഇവന്മാരൊന്നും കൊള്ളട്ടെ. സോ നമ്മൾ ചങ്ക് 32 ഇട്ടിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും ഗൈസ്. ഡോണ്ട് മൈൻഡ് ഇറ്റ്. നമുക്കിങ്ങനെ എളുപ്പമായിട്ട് ഇറങ്ങി പോകാം ഗൈസ്, അല്ലെങ്കിൽ പണി മാറും. കാരണം താഴെ പോയാൽ നമ്മൾ വീട്ടിൽ മറ്റേ എലിവേറ്റർ പോലും സെറ്റാക്കി വെച്ചിട്ടില്ല. അത് സെറ്റാക്കി വെച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നിയ ഗൈസ്. കാരണം ഇനി നമുക്ക് വീട്ടിൽ ചെല്ലണമെങ്കിൽ എളുപ്പമാണ്. ബട്ട് കുഴപ്പമില്ല ഗൈസ്. ഇതൊക്കെ നമുക്ക് നമുക്ക് ഇവിടെ ഒരു പോർട്ടിൽ വന്ന് ഇത് കണക്ട് ചെയ്യാം ഗൈസ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. ഇവിടെ വരെ പോകുന്ന പോലെ. ഞാൻ ഗൈസ് ചത്തു. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ താഴെ പോയിരുന്നു. കാരണം ഈ സൈഡിൽ തട്ടിയാലും നമ്മൾ അവിടെ സ്പോൺ ആവുള്ളൂ, ഐ മീൻ ടെലിപ്പോർട്ട് ആവുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ചെങ്കിൽ നമ്മൾ 32 ചങ്ങ ഇടാൻ പറ്റുള്ളൂ. അത് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ നമ്മൾ അത്രയും ചങ്ക ഇതിൽ ഇട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ലൈറ്റ് മാറുന്നുണ്ടെന്ന് അറിയില്ല ഗൈസ്. അതൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഇടപ്പൊക്കെ ഇറങ്ങി പോകാം ഗൈസ്, അല്ലെങ്കിൽ പണി കാണും. നമ്മുടെ എൻ്റർ ചെസ്സിൽ കുറച്ച് എൻ്റർപ്പൽ ഇരിപ്പുണ്ട്. സോ പേടിക്കാനൊന്നുമില്ല. പക്ഷെ ആർമറൊക്കെ ഇവന്മാർ തട്ടി പൊട്ടിക്കാറായി. നമുക്ക് ഇങ്ങനെ പോകാം ഗൈസ്, അതല്ലെങ്കിൽ പണി കാണാം. അല്ലെങ്കിൽ നമുക്ക് ചില ഫോട്ടോസ് ഉണ്ടെങ്കിലും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചൊക്കെ കാണാം. ഇല്ല ഗൈസ് ഇവിടെ ഒന്നും. സോറി, ഫോട്ടോസ് അല്ല, അതിൽ പറയുന്ന പേര് എനിക്കറിയില്ല ഗൈസ്. എൻഡ് സിറ്റി. എനിക്ക് ഒരു എൻഡ് സിറ്റി പോരാ. 64 ഒരു വലിയ എൻഡ് സിറ്റി ആണെങ്കിൽ എനിക്കൊരു 66 സർക്കിൾ ഷെല്ലൊക്കെ സെറ്റാവും. ബട്ട് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഞാനൊരു യൂട്യൂബ് വീഡിയോക്കകത്ത് കണ്ടപ്പം നമുക്ക് നമ്മുടെ എൻ്റെ ജസ്റ്റ് തന്നെ ശൽക്കർ വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ അത് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. അതിന് കുറച്ച് ശൽക്കർ കൂടുതൽ വേണം. പിന്നെ നമുക്കും വേണ്ടേ കുറേ ഉപയോഗത്തിന്, ഫാമൊക്കെ പണിയാൻ. നമുക്കും വേണം കുറച്ച് ശൽക്കർ ഷെല്ല് വീട്ടിൽ വെക്കാനും. അതിൻ്റെ ഒരു ബേസ് പണിയാൻ കേസ്. ഒരു XP കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാവട്ടെ. ഈ മറ്റേ സാൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ ഉറക്കാൻ പോകുമെന്ന് എനിക്കറിയില്ല കേസ്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാമായിരുന്നു. അത് ഞാൻ താഴെ പോയി. നമ്മുടെ കൂടെ ലക്കുണ്ടെന്ന് തോന്നുന്നു കേസ്, ഇന്നത്തെയും പോലെ അല്ല. പക്ഷെ അത് സെറ്റാക്കി വെക്കുവാണെങ്കിൽ നമുക്കൊരു ഗുണമുണ്ടായിരുന്നു കേസ്. ഇതുപോലെ ഇങ്ങനെ താഴെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഫിഷിനെ പിടിച്ചൊന്ന് വലിച്ചാൽ മതിയായിരുന്നു. കാര്യം പറഞ്ഞിട്ടെന്താ, ചെയ്യാനുള്ളതൊക്കെ തീരും. ഒരു എലേറ്റർ കിട്ടിയ പിന്നെ സെറ്റാണ് കേസ്. നമുക്ക് ഒരു എലേറ്റർ മതി എനിക്ക്. പക്ഷേ ഇഫ് വി ആർ ഡൈഡ് കേസ്, നമുക്ക് അവിടെ എൻ്റർ വിച്ച് കില്ലർ ഉണ്ടാക്കി ഒരു വിച്ചിനെ സ്പോൺ ആക്കണം. നമുക്ക് സ്ലൈം ഫാം പണിയാൻ എനിക്ക് പ്ലാൻ ഉണ്ട് ഗൈസ്. സ്ലൈം ഫാം എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഡയമണ്ട് വേണം. ഡയമണ്ടിന് നമുക്ക് സ്ലൈം ഫാം വെച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് എന്തൊക്കെ ഉണ്ടാക്കാം. സോ അതെനിക്ക് വേണം. കാരണം അത് വെച്ചാണെങ്കിൽ ഈ ഓട്ടോമാറ്റിക് മൈനിങ് മെഷീൻ അതുണ്ടെങ്കിൽ കുറച്ച് ഗുണമാണ്. അല്ലെങ്കിൽ എനിക്ക് മൈനിങ് പോകുന്ന ശരി. സോ അതുകൊണ്ട് എന്ത് ഗൈസ്, കുറേ നേരം നടന്നല്ലോ. ബെഡ് റോക്കി പെട്ടെന്ന് കിട്ടുമായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ബെഡ് റോക്കി കളിച്ചിട്ടുണ്ട്. എനിക്ക് ബെഡ് റോക്കി ഇതുവരെ കളിച്ചിട്ടുള്ളതിലെല്ലാം കയറിയിട്ടുണ്ട് പെട്ടെന്ന്.
ട്രയാനൊക്കെ പാടായിരുന്നു. ഇതിൽ ട്രയാൻ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അവൻ പെട്ടെന്ന് ആദ്യത്തെ താഴ്ചയിൽ തന്നെ അവൻ കുറേ നേരം നിന്നു താഴെ. എന്തൊരു അവൻ്റെ പകുതി മിടിയുള്ള അവൻ താഴെ നിന്നു. അതെന്താ ഗ്ലിച്ച് അടിച്ചാന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് അത്രയും നിന്നായിരുന്നു. ഇത് പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ അന്നേരം പിന്നെ വീഡിയോ നിർത്താറുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. സോ ഇപ്പോൾ പറയാം. നമ്മുടെ ഫൈറ്റ് ഒരു നല്ല ഫൈറ്റൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അവന്മാരടിക്ക് ഗ്ലിച്ച് അടിച്ചെന്ന് നമുക്ക് തോന്നുന്നു. കാണുന്നില്ലല്ലോ. നമ്മുടെ വീഡിയോ ലെങ്തും കൂടി. ഗൈസ്, ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇതുവരെ കണ്ടവർ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പം ഇത് ഞാൻ ഇന്ന് തന്നെ എടുക്കുവാണ് ഗൈസ്, ഇന്ന് വൈകുന്നേരം. കാരണം എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ഇതെടുക്കാൻ. സോ ഞാൻ അതുകൊണ്ട് ഇന്ന് തന്നെ ഈ സെർവർ കയറി. എന്നിട്ട് ഈ സെർവറല്ല, വേൾഡ് കയറി നമുക്കത് എടുക്കാമെന്ന് കരുതി. സോ ഞാൻ ഡ്രാഗനെ കൊന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് എലേറ്റർ എടുക്കണമെന്നായിരുന്നു. പക്ഷേ എലേറ്റർ എനിക്ക് പിറ്റേ ദിവസം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അത് ഞാൻ ഇപ്പം തന്നെ അങ്ങ് എടുക്കാൻ പോവാണ്. സോ നമുക്ക് നോക്കാം. ഇനി ഒരേ ഒരു എൻ്റർപ്രൈൽ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എൻ്റെ ഉണ്ടെന്ന്. ഇല്ലെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ലേ ഗൈസ്. നമ്മുടെ സൂമിഫയുടെ കാര്യം ഞാൻ ഇതുവരെ നോക്കിയില്ല ഗൈസ്, ഞാൻ മറന്നുപോയി. സോറി ഗൈസ്. നമുക്ക് അടുത്ത എപ്പിസോഡ് തൊട്ട് ഞാൻ നോക്കിയിട്ട് അടുത്ത എപ്പിസോഡ് ഞാൻ മറന്നില്ല ഗൈസ്. കാരണം നമുക്ക് ക്ലാസ്സൊക്കെ തുടങ്ങുന്നറിയാം ഗൈസ്. സോ നമ്മുടെ വീഡിയോസ് വരാൻ കുറച്ചൊക്കെ താമസിക്കുമായിരിക്കും. ഐ മീൻ എന്നും നമ്മളൊരു 4 മണി 4:30 ആകുമ്പോൾ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ ഇനി മുതൽ 5 മണി 5:30 ആകും. കാരണം ഞാൻ +1 ആണ് ഗൈസ്. സോ +1 ലെവൻ്റെ 4:30 വരെ ക്ലാസ് ഉണ്ട്. സോ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ കുറച്ച് ടൈമില്ല ഗൈസ്. ഇനി ഞാൻ വീഡിയോ ഇപ്പം രാത്രി എടുത്ത് വെക്കുവാണ് ഗൈസ്. പിന്നെ പിങ് അടിക്കുന്നുണ്ടെങ്കിൽ സോറി ഗൈസ്. ബിക്കോസ് നമ്മുടെ ചങ്ക് ഫുള്ളായി എടുക്കുകയാണ്. നമ്മുടെ എൻ്റർപ്രൈലൊക്കെ തീർന്നു. എന്നിട്ട് ഒരു ബാൻ പോലും ചെയ്തില്ല. എന്ത് പരിപാടിയാണ്. നമ്മുടെ ഇതിനകത്തുണ്ടോ നോക്കട്ടെ. ആ ഉണ്ട്. ഈ മൂഡ് ഞാൻ എപ്പോഴാണ് കയറ്റിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ശാൽക്കർഷയിലാണ് കയറ്റിയത്. പക്ഷേ ഇതിനും കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റർ ചെസ്റ്റിലുള്ളൂ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്. സോ അത് നൈസ് മൂഡാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തിട്ടത്. ഇത് വിഷയം. ഇത് പറ്റില്ല, ഇത് ചാടാൻ പറ്റില്ല. ഇത് എത്രയും കഴിവൊന്നും എനിക്കില്ല. വേണം ഗൈസ്. ചത്ത നമ്മുടെ വെയിലിൽ വിളിച്ചിട്ട് നമുക്ക് കൊണ്ടുവരും. ഞാനിപ്പോൾ ചത്താന്ന് ഓർത്ത ഗൈസ്. ഞാൻ ഒരു 2 ആഴ്ചത്തേക്ക് വീഡിയോ എടുത്തില്ല. ബ്ലോക്കും തീർന്നു. ഒന്ന് നിറഞ്ഞു നോക്കിയാലും ഒറ്റ മൈൻഡ്. ഞാൻ താഴെ പോകുന്നു. നമുക്കിത് മൊത്തം റിസ്ക് എടുക്കുകയാണ്. ഞാൻ ഒരു ഇലക്ട്രിക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുക്കുക എന്നൊക്കെ പറയുമ്പം കുറച്ച് ബ്ലോഗ് നമുക്ക് അവിടെ നിന്ന് പൊളിക്കണം ഗൈസ്. സോ ഞാൻ ബ്ലോഗൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അല്ലെങ്കിൽ തന്നെ ബോറായി ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. സോ ഞാൻ അത് കിട്ടിയിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഷിപ്പില്ല ഗൈസ്. ഫസ്റ്റ് ടൈമിനകത്ത് ഒരു ഷിപ്പില്ല. സോ ഞാൻ ഇവിടെ വന്നത് ഈ അച്ചീവ്മെൻറ്റ് എടുക്കാനും അവനെ കൊല്ലാനും. എനിക്ക് വേണ്ട ഷെല്ല്. കുറേ ദൂരം നിന്നിട്ട് ഇവിടെ എന്തോ മാത്രമേ ഉള്ളൂ ഗൈസ്. എനിക്ക് ദേഷ്യം വരുന്നു. ഫസ്റ്റ് നമ്മൾ ഷെൽക്കർഷല്ല ഗൈസ്. ഇത്രയും പേര് അറ്റാക്ക് ചെയ്യുന്നേ. നമ്മുടെ ആരോ ഒക്കെ തിക്കുന്നായിരുന്നു. നമ്മൾ എൻ്റർമാനെ കൊന്ന് കുറേ എൻ്റർപ്രൈൽ ഉണ്ടാക്കി നമ്മൾ XP ഉണ്ടാക്കിയിട്ട് കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മൾ ആരോ വെച്ച് അവന്മാരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അങ്ങനെ കൊന്ന് കുറേ പേരെ കൊന്നില്ല. ആരോ മൊത്തം തീർന്നു. അതിനുശേഷം ഞാൻ കാരണം അപ്പം ആരോ വെച്ച് കുത്തുമ്പം വെടി വെക്കുമ്പം അവന്മാരുടെ സ്പീഡൊക്കെ കുറയും.
സോ അതുകൊണ്ട് വെച്ചതായിരുന്നു, പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ഓഹ് ഇത് ഭയങ്കര പാടാണ് ഗൈസ് ഈ പാർക്കോർ. ഈ റിയൽ പാർക്കോർ കൂടി ഇത്ര പാടില്ല. മൈൻക്രാഫ്റ്റുകാർ അന്നേരം പാടാക്കി. ഗൈസ് പിന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങളെന്താ ഗൈസ് ഒരു ഉഷാറില്ലാത്തല്ലേ? നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ട് ഗൈസ്. ഡെഡിക്കേഷൻ നോക്കുക ഗൈസ്. നമ്മൾ ഇന്നലെ ഇട്ടില്ലല്ലേ? എടുത്ത് ഗൈസ് അവസാനം. പ്രൊട്ടക്ഷൻ അത് കൊള്ളാം ഗൈസ്. അയവഴി നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഗൈസ്. ഗോൾഡാണ് ഇപ്പം ഇല്ലാത്തത്. എനിക്കൊരു 64 ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ മൊത്തം ആൾക്കാരും കൊന്നിട്ട് ഇപ്പോൾ വരാം ഗൈസ്. ഇവിടെ നിന്ന് വേറെ 4 നോട്ടീഷല്ലേ കിട്ടുള്ളൂ. ഇതെന്ത് ചെറുതാന്ന് നോക്കുക. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഷിപ്പേരും തരായിരുന്നു. എത്ര ദൂരം കൂടെ ഞാൻ നടക്കണം? അതേപോലെ ഏതെങ്കിലും ഷിപ്പുള്ള സിറ്റി കിട്ടിയാൽ അറിയിക്കാം. അല്ലെങ്കിൽ ഇനി വീഡിയോ ഇപ്പോൾ എത്ര മിനിറ്റ് ആകുമെന്ന് പറയാൻ പറ്റില്ല. ഏതടിച്ചു. അപ്പോൾ ഗൈസ് ഷിപ്പുള്ളൊരു സിറ്റി കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ വരാം. ഓർമ്മതും കിട്ടി. പിന്നെ ഗോ സുക്രി. അപ്പോൾ ഇപ്പോൾ വരാം ഗൈസ്. നമുക്ക് പറ്റില്ല. ആദ്യം അപ്പുറത്തോട്ട് പോകാം ഗൈസ്. കുറേ ദൂരം നടന്നു. എന്തോ 1000 ബ്ലോക്ക് എന്തോ നടന്നു. 1300 ബ്ലോക്ക് എന്തോ. വയ്യ കേസ്. ഇനി എലിവേറ്റർ എടുത്ത് ഉള്ള ശർക്കര മൊത്തം കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഇതിനകത്തുള്ള അച്ചീവ്മെൻ്റൊക്കെ ചേർക്കുന്നു. പിന്നെ ഒരു തവണ പറക്കുന്നതും കാണിക്കും. പിന്നെ ആ ഡ്രാഗൻ്റെ തല എടുക്കാൻ പറ്റുമെന്ന് പറയും കേസ്. അതും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഓഫ്ലൈൻ ഇരുന്ന് വേറെ ഇത് കണ്ടുപിടിച്ച് ഒരു സ്റ്റാക്ക് ആക്കാൻ നോക്കാം ഗൈസ്. എനിക്ക് ഒരു സ്റ്റാക്ക് വേണ്ടി വരും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഞാൻ ശൽകൃഷിയിൽ ഒരു സ്റ്റാക്ക് ആക്കിയേക്കോളാം ഗൈസ്. അപ്പം ഷിപ്പുള്ള ഷിപ്പുള്ള ഇതുപോലും കിട്ടുവാണെങ്കിൽ ഗുണമില്ലേ? കുറേ ലേറ്ററേയും കിട്ടും. സോ എനിക്ക് വീഡിയോ ലെങ്ത് കുറേയും കൂടെ കൂടും. ഇപ്പം തന്നെ 14 മിനിറ്റ് എന്തോ സംതിങ് ആയി. നമ്മുടെ വീഡിയോ എന്നും ലെങ്ത് കൂടുതലാണ് ഗൈസ്. ഇന്നലെ ലെങ്ത് കൂടുതലായിരുന്നു. പക്ഷെ ഇന്നലെ ഒന്നും അധികം ഇല്ലായിരുന്നിട്ടും ലെങ്ത് കൂടുതലായിരുന്നു. എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ ഇന്നലത്തെ ഫൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗൈസ്, ഫസ്റ്റ് ടൈം ഇത്ര എളുപ്പമുള്ള ഡ്രാഗനെ കൊല്ലുന്നേന്നല്ല കൊന്നേ. ഗൈസ് നമുക്ക് അങ്ങോട്ടേക്കും കയറാം. എന്തായാലും അത് വെച്ച് ഗുണമില്ല. ജസ്റ്റ് ഒക്കെ തുറന്ന് നോക്കാം. നമ്മുടെ ഗോൾഡ് കാണാതെ പോയി ഗൈസ്. ഗോൾഡും പിക്കാക്സൊക്കെ ഞാൻ എവിടെ ഇരുന്നെടുത്ത് കളഞ്ഞായിരുന്നു ഗൈസ്. ഇതൊക്കെ എന്താ? ഇതും വേണം. അതൊന്നും നമ്മൾ എടുത്ത് വെക്കുന്നുള്ളൂ. നമ്മൾ ഇടുമെന്നൊന്നും പറയുന്നില്ല. ഇത് നമ്മുടെ നാലിലൊന്നും കാണാനില്ല ഗൈസ്. നോട്ട് ഷെൽ. അതിപ്പോൾ എനിക്കറിയാം ഗൈസ് എവിടെയാണെന്ന്. അത് കുഴപ്പമില്ല, ഞാൻ വേറെ കളക്ട് ചെയ്തോളാം. നമുക്ക് ഓരോ ഇതൊക്കെ ചേർക്കാൻ ഗൈസ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇപ്പോഴത്തേക്ക് ഒരു സ്റ്റാക്ക് റോക്കറ്റ് എടുത്ത് കഴിക്കാം. എന്നിട്ട് ഇതൊക്കെ ചേർക്കട്ടെ. ഞാനിപ്പോൾ എക്സ്പി ആക്കിയിട്ട് ഇപ്പോൾ വരാം. ഇടാൻ പോവാണ്.
ഇനി മുതൽ നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് ഇല്ല. ചെസ്റ്റ് പ്ലേറ്റ് ഇതെല്ലാം എടുത്തിനകത്ത് വെക്കാൻ കേസ്. കാരണം ഇനി ഇതൊക്കെ തിരിച്ചു ഇത് മാത്രം എടുത്ത് വെച്ചേക്കാം. കാരണം ബാക്കിയൊന്നും എനിക്ക് അത്രയ്ക്ക് ആവശ്യമൊന്നുമില്ല, ചുമ്മാ എടുത്ത് വെച്ചെന്നുള്ളൂ. ഇനി മുതൽ നമ്മൾ പറന്ന് നടക്കും കേസ്. ഫസ്റ്റ് ടൈം ഒന്ന് പറക്കട്ടെ. ബെൻഡിങ് ആൻഡ് ബ്രേക്കിംഗ് എല്ലാം ഉണ്ട്. സോ ഞാൻ ബാക്കി എൻ്റെ പണി കേസ്. അപ്പം ഇന്ന് ഇത്ര വീഡിയോ ഉള്ളൂ. സോ ഈസ് മീ ത്രിലോക് ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ബൈ ടൈംസ്. അടുത്തൊരു വീഡിയോ നമുക്ക് പുത്തൻ കണ്ടന്റ് വരാം കേസ്.